ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ഫാദർ യോർ കിങ്ഡം കം, അതാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ അതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിൻ്റെ രാജ്യം. ഗോഡ്സ് കിങ്ഡം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സാറ്റൻസ് കിങ്ഡം ഷുഡ് ബി ഡിസ്ട്രോയിഡ്. അതാണ് നമ്മൾ കേൾക്കുന്നത്. സാത്താൻ ആദ്യം തുടങ്ങി ആദാമിനും അവയ്ക്കും കൊടുത്ത എല്ലാ അധികാരവും പിടിച്ച് മേടിച്ച് അല്ലേ ഈ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം മടക്കി ഭരിക്കാൻ നോക്കിയാണ്. പക്ഷേ യേശു കുരിശിൽ സാത്താൻ്റെ തലയെ തകർത്ത് ഇപ്പോൾ സാത്താൻ്റെ അധികാരമെല്ലാം നമുക്ക് തന്നിരിക്കുകയാണ്. ഇഫ് യു ബിലീവ് ഇൻ ജീസസ് ആൻഡ് ഇഫ് യു നോ യുവർ പവർ, യുവർ അതോറിറ്റി, യുവർ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ് ജീസസ്, then you can have authority over Satan and you can rule over all the kingdoms of this world also. Now, amen. So yesterday we read that John chapter 18:36. Jesus said, my kingdom is not of this world. എൻ്റെ രാജ്യം ഐതിഹ്യമല്ല, എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെ രാജ്യമല്ല. ഞാൻ വേറൊരു രാജ്യത്തിൽ നിന്നാണ് വന്നത്, സ്പിരിച്വൽ കിങ്ഡം. ഞാൻ സ്വർഗത്തിലെ രാജ്യമാണ് ഞാൻ സംസാരിക്കുന്ന യേശു പറഞ്ഞത്. ഈ രാജ്യമെല്ലാം സാത്താൻ്റെ പിടിയിലാണ്. പക്ഷേ സാത്താൻ്റെ പിടിയിൽ നിന്ന് നമ്മൾ അതെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് യേശു വന്ന് ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നശിപ്പിച്ച് സ്വന്തം ഒരു സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ രാജ്യം, ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നു വെരി സൂൺ. അതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമുക്ക് 1 യോഹന്നാൻ 3:8, 1 John chapter 3:8. It says that പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ ആകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ജീസസ് came to destroy the works of the devil. Why did Jesus come? Jesus came to destroy Satan's work. നമ്മൾ കണ്ടല്ലോ, ആദാം ചെയ്ത പാപം മൂലം എല്ലാം നമുക്ക് നഷ്ടമായി. അതെല്ലാം തിരിച്ചു തരാൻ വേണ്ടി സാത്താൻ്റെ എല്ലാ പ്രവൃത്തികളും, ഈ ദുഷ്ടപ്രവൃത്തികളും നമ്മൾ ലോകത്തിൽ കാണുന്ന എല്ലാം സാത്താനിൽ നിന്ന് വരുന്നതാണ്. സാത്താനാണ് എല്ലാ പ്രോബ്ലം കൊണ്ടുവരുന്നത്. നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടെങ്കിൽ അത് സാത്താനാണ്, പാപമുണ്ടെങ്കിൽ അത് സാത്താനാണ്, രോഗമുണ്ടെങ്കിൽ സാത്താനാണ്. ഇതെല്ലാം കേഴ്സ്, ശാപമുണ്ടല്ലോ, രോഗത്തിൽ നടക്കുന്ന എല്ലാ ഭീഷണികളും ഇതെല്ലാം സാത്താൻ കൊണ്ടുവരുന്നതാണ്. ആ പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളെയും ദുഷ്ടപ്രവൃത്തികളെ അഴിപ്പാൻ വേണ്ടിയാണ് ദൈവപുത്രൻ യേശു ക്രിസ്തു ആ സ്വർഗസിംഹാസനം വിട്ട് ലോകത്തിലേക്ക് വന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ മകനാകുന്നു അല്ലേ. നിങ്ങൾ പാപം ചെയ്ത് പാപത്തെ ജീവിച്ചാൽ നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ്. നുണ പറയുന്നവൻ പിശാച് ഈസ് എ ലയർ അല്ലേ. പിശാചിൻ്റെ മക്കളാണ് നുണ പറയുന്നവർ. കള്ളത്തരം ചെയ്യുന്നവർ, മോഷ്ടിക്കുന്നവർ പിശാചിൻ്റെ മക്കളാണ്. എന്തുകൊണ്ടാൽ സാത്താൻ മോഷ്ടാവാണ്. കൊല്ലുന്നവർ പിശാചിൻ്റെ മക്കളാണ്, മകളാണ്. അപ്പോൾ ആ മക്കൾ അത് എന്തുകൊണ്ടാൽ പിശാച് ഈസ് എ ലയർ, ഹീസ് എ തീഫ് ആൻഡ് ഈസ് എ മർഡറർ. അപ്പോൾ നുണ പറയുന്നവൻ, കൊല്ലുന്നവൻ, വ്യഭിചാരം ചെയ്യുന്നവൻ, എന്ത് തെറ്റ് ചെയ്യുന്നോ അവരെല്ലാം പിശാചിൻ്റെ മക്കളാകും. പക്ഷേ ദൈവത്തിൻ്റെ മക്കളാക്കാൻ വേണ്ടിയാണ് യേശു കുരിശിൽ തൂങ്ങി മരിച്ചത്. ആ രക്തത്താൽ നമുക്ക് പാപമോചനമുണ്ട്. നിങ്ങൾ ഏത് ഘോര പാപം ചെയ്താലും പിശാചിൻ്റെ അടിമത്തത്തിൽ കിടക്കരുത്. പിശാചിൻ്റെ പ്രവൃത്തികളെ യേശു അഴിച്ചിരിക്കുന്നു, അഴിക്കാൻ വേണ്ടി വന്നു, അഴിച്ചു കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്, നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളെയും യേശു അഴിച്ചു കളഞ്ഞു. ഇനി നമുക്ക് വി ആർ ഫ്രീ. ഇഫ് ദ സൺ ഹാസ് സെറ്റ് യു ഫ്രീ, യു ആർ ഫ്രീ ഇൻഡീഡ് എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 32-36 പറയുന്നുണ്ട്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സ്വതന്ത്രരായി എന്ന്. യഥാർത്ഥത്തിൽ സാത്താൻ്റെ അടിമത്തത്തിലുള്ള എല്ലാവരെയും സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. എന്നിട്ട് യേശു പറഞ്ഞു, ഈ ലോകം എൻ്റെ രാജ്യമല്ല, ഈ രാജ്യമെല്ലാം സാത്താൻ്റെ പിടിയിലാണ്. അതുകൊണ്ട് നമ്മളത് അറിഞ്ഞിരിക്കണം അല്ലേ. സാത്താൻ റൂൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും വലിയ പാപങ്ങളും ഇത്രയും വലിയ അക്രമങ്ങളും ഈ കാണുന്ന അല്ലേ. നമ്മൾ ഷോക്കായിപ്പോവും. ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഓരോ ദിവസവും ഒരു ബാഡ് ന്യൂസാണ് നമ്മൾ പേപ്പറിൽ കാണുന്നത്, വാട്സപ്പിൽ കാണുന്നത്. പക്ഷേ ഹെവൻ ഗിവ്സ് ഓൾ ഗുഡ് ന്യൂസ്. നിങ്ങൾ കേൾക്കുന്നത് ഗുഡ് ന്യൂസാണ്. ഗോസ്പൽ ഈസ് ഗുഡ് ന്യൂസ് അല്ലേ. ദൈവത്തിൻ്റെ സുവിശേഷമാണ് ഗുഡ് ന്യൂസ്. ദ ഗോഡ് ഓഫ് ദ ബൈബിൾ ഈസ് ദ ട്രൂ ലിവിങ് ഗോഡ്. ഹൂ ഈസ് ദിസ് ഗോഡ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. നൗ ജീസസ് ക്രൈസ്റ്റ് കെയിം, ഗോഡ് ബിക്കെയിം മാൻ. ആണ് ജീസസ് ലെഫ്റ്റ് ദ throne and he revealed himself as
ഗോഡ് became man, 100% ഗോഡ് 100% മാൻ ആയിരുന്നു യേശു പ്രഭു ഇവിടെ നടക്കുമ്പോൾ. ആമേൻ. ഈ ലോകത്ത് നടന്നപ്പോൾ മനുഷ്യനായിട്ടാണ് സഫർ ചെയ്തത്, മനുഷ്യനായിട്ടാണ് വിശപ്പുണ്ടായിരുന്നു. ഇസ്രായേൽ പരിപാലൻ ഒരിക്കലും ഉറങ്ങുന്നില്ല എന്ന് പറയുന്നു. ദൈവം ഒരിക്കലും ഉറങ്ങുന്നില്ല. പക്ഷേ യേശു ഉറങ്ങിയല്ലോ, ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ടയേർഡാകുന്നു, ക്ഷീണിതനായിരുന്നു, കരഞ്ഞു. യേശുവിന് വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു. പക്ഷേ യേശു ഒരു കാര്യം മാത്രം ചെയ്തില്ല, പാപം ചെയ്തിട്ടില്ല, ഒരിക്കലും പാപം ചെയ്തിട്ടില്ല. എത്രയോ സ്ത്രീകൾ വന്ന്, എത്രയോ സുന്ദരികൾ വന്ന് കർത്താവിൻ്റെ കാല് കഴുകി തുടച്ചു കെട്ടിപ്പിടിച്ചു. എന്നിട്ടും ഇൻ ഹിം നോ സിൻ എന്ന് പറഞ്ഞു. പത്രോസ്ലിയ യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസിയ പറയുക ഇൻ ഹിം നോ സിൻ എന്ന്. ഈസ് എ ലാം വിത്തൗട്ട് ബ്ലെമിഷ് എന്നാണ് പറഞ്ഞത്. ആ ദൈവത്തിൽ ഒരു പാപവും കണ്ടിട്ടില്ല എന്ന് യോഹന്നാൻ സ്ലീഹായും പത്രോസും എല്ലാം കൂടെ നടന്നവരാണ്. 3.5 വർഷം കൂടെ ഒട്ടിച്ചേർന്ന് അത്ഭുതങ്ങൾ കണ്ട് ഓരോ ദിവസവും കൂടെ നടന്ന ആ ശിഷ്യന്മാരാണ് പറഞ്ഞത് അവനിലൊരു പാപവും കണ്ടിട്ടില്ല എന്ന്. പാപമില്ലാത്തവർക്ക് മാത്രമേ, പാപമില്ലാത്ത ദൈവപുത്രന് മാത്രമേ നമുക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി മരിക്കാൻ സാധിക്കുകയുള്ളൂ. പാപമില്ലാത്ത രക്തമായതുകൊണ്ട് മാത്രമാണ് ആ രക്തത്തിൽ നമുക്ക് പാപവിമോചനമുള്ളത്. ഇപ്പോൾ എൻ്റെ രക്തം നിങ്ങളെ ശുദ്ധീകരിക്കുന്നു പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കുകയില്ല. എൻ്റെ രക്തത്തിൽ പാപമുണ്ട്, അല്ലേ? മനുഷ്യനായിരിക്കും പാപമുണ്ട്. ഇപ്പോൾ എന്നെ നീതിമാനാക്കി, അതായത് യേശുവിൻ്റെ രക്തത്താൽ ഞാൻ റൈറ്റിയസായി. പക്ഷേ എന്നാലും നമ്മൾ ശരീരത്തിലായിരിക്കുമ്പോൾ എന്തെങ്കിലും നോട്ടത്താലോ വിചാരത്താലോ എങ്ങനെയെങ്കിലും വാക്കിനാലോ ഒക്കെ പാപം, ചിന്തയാലോ ഇങ്ങനെ പാപം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. ആ പാപം നമുക്ക് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാം. പക്ഷേ ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം നമ്മൾ പാപം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? നമ്മൾ സാധാരണ മക്കളല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. എല്ലാവരും പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ഇനി പിശാചിൻ്റെ ഒരു പ്രവൃത്തിക്ക് ഞാൻ വഴങ്ങുകയില്ല. പിശാചിൻ്റെ എല്ലാ പ്രവൃത്തിയും യേശു അഴിപ്പാൻ വന്നു, അത് അഴിച്ചു. ഞാനും ഈ പിശാചിൻ്റെ പ്രവൃത്തികളെയെല്ലാം ഞാൻ അഴിക്കുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളെയെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയാം. എല്ലാവർക്കും ഒരു പിശാചിനോടൊന്ന് നോ പറയാൻ ശ്രമിക്കണം. എല്ലാ ദിവസവും നോ പറയണം. നമ്മുടെ വി ഷുഡ് നോട്ട് വാക്ക് അക്കോർഡിംഗ് ദ ഫ്ലെഷ്, വി ഷുഡ് വാക്ക് അക്കോർഡിംഗ് ദ സ്പിരിറ്റ്. നമ്മുടെ ശരീര ഇച്ഛപ്രകാരം നമ്മൾ നടക്കരുത്. ശരീരം പറയും അത് ചെയ്തോ, ഒരിച്ചിരി കുടിച്ചോ കുഴപ്പമില്ല, ഒരിച്ചിരി ചെറിയൊരു നുണ പറഞ്ഞോ കുഴപ്പമില്ല, ചെറിയ ഒരു സിനിമ കണ്ടോ കുഴപ്പമില്ല, അല്ലേ? നോ കോംപ്രമൈസ്, but whatever the Spirit says, according to the Spirit, we are a spirit person. Those who are in Christ Jesus, we are a new creation. നമ്മൾ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു. പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്താൽ ജനിക്കപ്പെട്ടവരാണ്, ദൈവത്തിൻ്റെ ബീജമാണ്, ദൈവത്തിൻ്റെ DNA ആണ് നമ്മളിലുള്ളത്. ദൈവത്തിൽ ജനിച്ച എല്ലാവരും ആത്മാനുസാരം നമ്മൾ നടക്കണം, ആത്മാവിനെ അനുസരിച്ച് മാത്രം നമ്മൾ നടക്കണം, അല്ലേ? അതാണ് ദൈവം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. യേശു വന്നത് ഈ ലോകത്തിലെ സാത്താനെ നശിപ്പിച്ച് ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്. കർത്താവേ നന്ദി, ഈ വചനം എന്നോട് സംസാരിച്ചതിന് നന്ദി പറയുന്നു. സാത്താൻ്റെ പ്രവൃത്തികളെല്ലാം ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അഴിക്കുന്നു, വെറുക്കുന്നു. ഞാൻ മാത്രം പിൻപറ്റും എന്ന് തീരുമാനം ചെയ്യുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. താങ്ക് യു ലോർഡ്. കർത്താവേ, പ്രകാരം തീരുമാനം ചെയ്ത എല്ലാവരെയും ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെട്ടെ. ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.